ജ്യോതിഷാലയത്തിൽ ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോതിഷന് വിജയം കൂട്ടു. രാഹു കേതുക്കളോട് രാശിമാറ്റം ഈ മാസം, അതായത് കുംഭമാസം, മലയാള മാസം കുംഭമാസം, അതേ സമയത്ത് ഇംഗ്ലീഷ് വർഷം മാർച്ച് മാസത്തിൽ മാറുന്നുണ്ട്. അതായത് ഇപ്പോൾ കർക്കിടക രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള രാഹു മിഥുനത്തിലേക്കും മകരൻ രാശിയിലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കേതു ധനുരാശിയിലേക്കുമാണ് രാശി മാറുന്നത്. 1194 കുംഭമാസം 22-ാം തീയതി ബുധനാഴ്ച ദിവസം 27 നാഴികയും അസ്തമയത്തിന് ശേഷം 27 നാഴികയും 17 വിനാഴികയും ചെല്ലുന്ന ഒരു സമയത്താണ് ഈ രാശി മാറ്റം സംഭവിക്കുന്നത്. അതായത് 2019 മാർച്ച് മാസം 7-ാം തീയതി ഏകദേശം അസ്തമയത്തിന് മുൻപ് ഏകദേശം ഒരു 5:30 ആണ് ഈ രാശി മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ ഈ രാശി മാറ്റത്തിൽ പൊതുവെ രാഹു കേതുക്കൾ ഗ്രഹങ്ങളിൽ പെട്ടവയാണെങ്കിലും നിഴൽ ഗ്രഹങ്ങളായിട്ടാണ് നമ്മൾ കണക്കാക്കി വരുന്നത്. ആ നിഴൽ ഗ്രഹങ്ങളായി കണക്കാക്കി വരുന്ന രാഹുകേതുക്കളുടെ രാശി മാറ്റം ഏകദേശം 1.5 വർഷം കൂടുന്ന സമയത്താണ് രാശി മാറുന്നത്. ആ രാശിമാറ്റത്തിൽ മറ്റുള്ള ഗ്രഹങ്ങളോടെ പോലെ ചാരവശാൽ ഉള്ള ഒരു സഞ്ചാരം പൊതുവെ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ജാതകത്തിൽ അവരുടെ ദശാകാലങ്ങളും അപഹാരകാലങ്ങളും വളരെ വ്യക്തമായി അനുഭവത്തിൽ എല്ലാവർക്കും വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചാരവശാൽ ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശ ഫലങ്ങൾ എങ്ങനെയെല്ലാം ഓരോ രാശിക്കാർക്കും ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മേടൻ രാശിക്കാർക്ക്, അതായത് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം കൂടി ചേരുന്ന മേടൻ രാശിക്കാർക്ക് രാഹു ഇതുവരെയും 10-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള 4-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള രാഹു 3-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. അതായത് 3-ാം ഭാവത്തിലേക്കും അതേസമയം കേതു ഇതുവരെ 10-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കേതു 9-ാം ഭാവത്തിലേക്കും വരികയാണ്. അപ്പോ 3-ാം ഭാവത്തിൽ വരുന്ന രാഹുവും 9-ാം ഭാവത്തിൽ ത്രികോണ സ്ഥാനത്തിൽ വരുന്ന കേതുവും പൊതുവെ അനുകൂല ഫലം തന്നെയാണ് മേടൻ രാശിക്കാർക്ക് പറയാനുള്ളത്. പൊതുവെ ഈ മേടൻ രാശിക്കാർക്ക് രാഹു ദശാകാലം നടന്നുകൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ കേതു ദശ നടന്നുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഒരു അല്പ സമനം ജാതകവശാൽ ദോഷങ്ങളുണ്ടെങ്കിൽ സമനം കിട്ടുകയും ജാതകവശാൽ ഗുണങ്ങളാണെങ്കിൽ ആ ഗുണഫലം കിട്ടുകയും ചെയ്യുന്ന ഒരു ഫലമാണ് കാണുന്നത്. മേടൻ രാശിക്കാർക്ക് പൊതുവെ ഈ രാഹു കേതുയുടെ മാറ്റങ്ങളിൽ പുതിയ കുറച്ച് ഉണർവുകളും മറ്റുള്ള കാര്യങ്ങളും വരുവാനുള്ള ഒരു സാധനമാണ്. പൊതുവെ രാഹുവിനെ സങ്കല്പിക്കുന്നത് നാഗദൈവങ്ങളായിട്ടാണ് സങ്കല്പിക്കുന്നത്. നാഗദൈവങ്ങൾ എന്ന് വെച്ച് പറഞ്ഞാൽ നാഗം എന്ന് പറയുമ്പോൾ തന്നെ അത് വൈഷ്ണവത്തിലും പെടും. പൊതുവെ സർപ്പങ്ങൾ എന്ന് പറയുമ്പോൾ നാഗദൈവങ്ങളും സർപ്പദൈവങ്ങളും രണ്ടായി കണക്കാക്കും. നാഗദൈവങ്ങൾ വൈഷ്ണവമായിട്ടും സർപ്പങ്ങൾ ശൈവമായിട്ടുമാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ രാഹു നിൽക്കുന്നത് മിഥുനൻ രാശിയിലാണ്. മിഥുനൻ രാശി ഉഭയരാശിയാണ്. ബുധക്ഷേത്രത്തിൽ നിൽക്കുന്നത് കാരണം അവിടെ നാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നാഗസംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ഉള്ളവർക്കെല്ലാം ഈ മേടക്കൂറുകാർക്ക് ഈ 3-ാം ഭാവത്തിൽ വരുന്ന രാഹു അനുകൂലകരമായിട്ടുള്ളതാണ്. അതായത് ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കെല്ലാം ഉള്ളവർക്കെല്ലാം ശമനം കിട്ടുകയും രാഹുദശ നടന്നുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ദോഷഫലങ്ങളാണെങ്കിൽ കുറച്ച് ശമനം കിട്ടുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കേതു 9-ാം ഭാവത്തിൽ വരുന്നത് ഭാഗ്യസ്ഥാനത്തിലാണ് കേതു വരുന്നത്. ഭാഗ്യ തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും കേതു നിൽക്കുന്നതും അതുപോലെ തന്നെ വ്യാഴക്ഷേത്രത്തിലാണ്. അപ്പോൾ മേടൻ രാശിക്കാർക്ക് ത്രികോണ രാശിയായ കാരണം ദോഷം ചെയ്യില്ല, പക്ഷെ ഗുണഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഗുണഫലമാണ് മേടൻ രാശിക്കാർക്ക് ഈ രാഹു കേതു മാറ്റത്തിൽ കാണുന്നത്. അപ്പോൾ ഇവർക്ക് സന്താന ലബ്ധിക്കും മറ്റുള്ള ഇതിനൊക്കെയെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർക്ക് സന്താന യോഗം ഉണ്ടാകാനുള്ള സാധ്യതയും അതുപോലെ തന്നെ കുടുംബ ക്ഷേത്രങ്ങളിൽ വഴിപാടുകളും
അതുപോലെ തറവാട്ട് ദൈവങ്ങളിൽ നാഗസങ്കല്പങ്ങൾ ചെയ്യുന്നവർക്കെല്ലാം രാഹുകേതു മാറ്റങ്ങളോട് കൂടിയിട്ടുള്ള പൂജാതി കർമ്മങ്ങൾ നടത്തുന്നതെല്ലാം വളരെ ഉചിതമായിട്ടാണ് കണക്കാക്കുന്നത്. പൊതുവെ തറവാട്ട് ദൈവങ്ങളിൽ സർപ്പകാവുകൾ വെച്ചിട്ടുള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ നാഗപ്രതിഷ്ഠ നടത്തിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം രാഹുകേതുക്കളുടെ മാറ്റത്തോടുകൂടി വരുന്ന ദിവസങ്ങളിൽ സർപ്പപൂജ അല്ലെങ്കിൽ നാഗപൂജ അല്ലെങ്കിൽ കളമെഴുത്ത് പാട്ട് അല്ലെങ്കിൽ സർപ്പബലി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോരോ യഥാശക്തിക്ക് അവരനുസരിച്ചിട്ടുള്ള ഓരോ പരിഹാരങ്ങൾ ചെയ്യുന്നത് മൂലം തറവാട്ട് ദൈവങ്ങൾക്കും കുടുംബങ്ങൾക്കും വളരെ ഐശ്വര്യപൂർവ്വമായിട്ടുള്ളൊരു ഫലമാണ് ഇപ്പോൾ ഇവർക്ക് കാണുന്നത്. അത് കാരണം ഇവർക്ക് ഈ മേടൻ രാശിക്കാർക്ക് രാഹുകേതുക്കളുടെ മാറ്റം അനുകൂലം തന്നെയാണ്.